അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അതിജീവിതന്മാർ ഇതുവരെ അത്തരമൊരു സംശയത്തിൽ നിൽക്കുന്നില്ല. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനകത്ത് അവർക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. രാഹുലും ഷാഫി എയറിൽ നിൽക്കുക. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കെട്ടിമറിഞ്ഞ് പല വഴിക്കും നോക്കി. അതിനാണ് പിന്നെ പല ഉദ്യോഗസ്ഥർക്കും അവിടെ DYSP ആക്കി ഇവിടെ കൊണ്ടുവന്നിടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷന് മുമ്പ് പറഞ്ഞത്. ഇപ്പം DYSP പോയിട്ട് ഒരു സാധാ സിവിൽ പോലീസ് ഓഫീസറുടെ ട്രാൻസ്ഫർ നിശ്ചയിക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ അതിജീവിതമാരുടെ പ്രശ്നത്തിൽ ഈ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ VD സതീശനും എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുന്ന സമയത്ത് തന്നെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആദ്യ രംഗത്ത് വന്ന നേതാക്കന്മാരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് ജീവിക്കുന്നതെന്നേ. ഇപ്പൊ ഊണും ഉറക്കവും പിന്നെ പരിപാടിയൊക്കെ ഫേസ്ബുക്കിലാണ്. അപ്പൊ പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു. അതിജീവിതക്കാരുടെ കാര്യത്തിൽ ആസ് ഓഫ് നൗ ഇതുവരെ ഈ നിമിഷം വരെ ആശങ്കകളൊന്നുമില്ല. കാര്യങ്ങൾ കൃത്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കവുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതിൽ രാജൻ നമസ്കാരം. നമസ്കാരം. രാജൻ ഭായ്, ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് നാളേക്ക് 1 മാസം തികയാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ആശങ്കയിൽ കഴിയുന്ന ഒരു വിഭാഗമുണ്ട്. അത് നമ്മുടെ അതിജീവിതമാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിക്രൂരമായ പീഡനത്തിന് ഇരയായി എന്ന് തന്നെ ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തുകൊണ്ടാണ് കുറ്റപത്രം കോടതിയിൽ നൽകാൻ വേണ്ടി വൈകിപ്പിക്കുന്നത് എന്നൊരു പ്രധാന ചോദ്യമുണ്ട്. ഈ കുറ്റപത്രം നൽകാൻ വൈകിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിക്ക് വേണ്ടിയിട്ടാണോ എന്ന് അതിജീവിതമാർ സ്വാഭാവികമായിട്ട് സംശയിക്കും. എങ്ങനെ നോക്കിക്കാണുന്നത് ഈ വിഷയത്തെ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അതിജീവിതന്മാർ ഇതുവരെ അത്തരമൊരു സംശയത്തിൽ നിൽക്കുന്നില്ല. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനകത്ത് അവർക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. ഒന്ന്, ഇതിനു മുമ്പുള്ള സ്ഥിതി ഇപ്പം നമുക്ക് തന്നെ അറിയാം. അതിനു മുമ്പ് അന്വേഷിച്ചിരുന്ന പല കേസുകൾക്കകത്തും പല ടീമുകൾക്കകത്തുനിന്നും വിവരങ്ങൾ കിട്ടുമായിരുന്നു. ഇത് പൂങ്കുഴലി IPS ആണ്, തമിഴ്നാട്ടുകാരിയാണ്. അവർ കുറച്ചുകൂടി ഭയങ്കര സിൻസിയറായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ്. അവരെ അതിൻ്റെ തലപ്പത്ത് നിന്ന് മാറ്റാതിരിക്കുക എന്നതാണ് ഇതിനകത്ത് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ SITയുടെ ടീം ലീഡർ ആരായിട്ടും കാര്യമില്ല. ഇവരിപ്പോൾ 2014 ബാച്ച് IPS ഉദ്യോഗസ്ഥയാണ്. SITക്കകത്ത് DYSP റാങ്കിലുള്ളവരുണ്ടാവും, CA റാങ്കിലുള്ളവരുണ്ടാവും, SI റാങ്കിലുള്ളവരുണ്ടാവും. ഒരു ടീം വർക്കാണ്. ഇവർ ടീം കൂടി ഇരുന്ന് ബ്രീഫിങ്ങും നടത്തും, അപ്ഡേറ്റ്സ്. ഇതിനകത്തുനിന്ന് ഒരുത്തൻ ചോർത്തി കൊടുത്താൽ കഴിഞ്ഞു. പലയിടത്തും CPക്ക് അറിയാലോ. ഇപ്പം പിന്നെ എക്സൈസിൽ നിന്നാണെങ്കിലും പിന്നെ പോലീസിൽ നിന്നാണെങ്കിലും ഒരു റെയ്ഡ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ വിവരം ചോർത്തി കൊടുക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ തൂഫാൻ അത് മാറ്റി പറിച്ചിട്ടോ? അതെ. തൂഫാൻ അത് പിന്നെ അതിന് മുമ്പ് രമേശ് ചെന്നിത്തല പണ്ട് പിന്നെ ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ ഓപ്പറേഷൻ കുബേരയൊക്കെ പുള്ളിക്ക് താല്പര്യമുള്ള ചിലരെയൊക്കെ വേണമെങ്കിലൊക്കെ എക്സ്ക്യൂസ് ചെയ്ത് കാണുമായിരിക്കും. പക്ഷെ എന്നാൽ തന്നെ പിന്നെ അതിനകത്തൊന്നും വിവരങ്ങൾ ലീക്കാവാത്ത രീതിയിലാണ് കാര്യങ്ങൾ ലോക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റണം. കാരണം ഇവർക്ക് തെളിവ് നശിപ്പിക്കാനോ ബാക്കിയുള്ളതിനോ പിന്നെ വേറെയുള്ള കാര്യങ്ങളിലേക്കോ ഒളിവി പോകാനോ ആൻറ്റിസിപ്പേറ്ററി വെയിലെടുക്കാനോ ഒന്നിനും അവസരം കിട്ടാത്ത രീതിയിലേക്കാണ് പലതും പോകേണ്ടത്. ഇവരുടെ ഇപ്പോൾ SITക്കകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് എത്ര കെട്ടിമറിഞ്ഞ് നോക്കിയിട്ടും SITയിൽ നിന്നും നമുക്കൊരു വിവരം കിട്ടുന്നില്ല. SITയിൽ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു വിവരം കിട്ടുന്നില്ല. മാധ്യമങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല, ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമല്ല, മെയിൻ സ്ട്രീം മീഡിയ കിട്ടുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലീഡേഴ്സിന് ഇത് പിന്നെ വേർ ഡു വി സ്റ്റാൻഡ് എന്നുള്ള സാധനം ഇവരെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നില്ല. ഒരു കാര്യം, ഇതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് എവിടെയും കിട്ടുന്നില്ല. രാഹുലും ഷാഫി എയറിൽ നിൽക്കുക. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കെട്ടിമറിഞ്ഞ് പല വഴിക്കും നോക്കി. അതിനാണ് പിന്നെ പല ഉദ്യോഗസ്ഥർക്കും അവിടെ DYSP ആക്കി ഇവിടെ കൊണ്ടുവന്നിടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷന് മുമ്പ് പറഞ്ഞത്. ഇപ്പം DYSP പോയിട്ട് ഒരു സാധാ സിവിൽ പോലീസ് ഓഫീസറുടെ ട്രാൻസ്ഫർ നിശ്ചയിക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം കഴിയാത്ത അവസ്ഥയുണ്ട്. അതൊക്കെയാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഓഫർ കൊടുത്തിരുന്നു. രാഹുലും ഷാഫിയൊക്കെ ഇന്ന ആളെ ഇന്ന മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാം, ഇന്ന ആളെ ഇന്ന മന്ത്രിയുടെ സ്റ്റാഫിലാക്കാം എന്നൊക്കെ ഉള്ളത്. ഇവർ മറ്റു പലരോടും ചെയ്തത് തന്നെ ഇവർ പ്രതീക്ഷിച്ച ഇവരുടെ പകരക്കാരായി കൊണ്ടുവന്ന ആൾക്കാർ മന്ത്രിമാരായപ്പോൾ അവർ ഇവരോടും ചെയ്തു. ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്ന ആൾക്കാരെയൊന്നും സ്റ്റാഫിൽ നിൽക്കാൻ തയ്യാറായില്ല. ഈ രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പലരെയും അകറ്റി നിർത്തുന്നുണ്ട്. അത് പിന്നെ നമുക്ക് പരിചയമുള്ള ചിലരെയൊക്കെ തന്നെ പല സ്റ്റാഫിലും കയറാൻ നോക്കിയിട്ട് ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല പണിയെടുത്തത്. ഇവന്മാരുടെ അടിവസ്ത്രം അടക്കി കൊടുക്കലും ഇവന്മാരുടെ പിന്നെ ഈ മുടി കൊടുക്കലും പൗഡർ ഇട്ട് കൊടുക്കലും മാത്രമല്ലാതെ ഇവന്മാർക്ക് വേണ്ടി പോസ്റ്റ് ഇടലും അല്ലാതെ വേറെ എന്തോ ചെയ്തേ? കോൺഗ്രസിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് വളരെ കൃത്യമായി സംഘടനാപരമായിട്ടാണ് മുസ്ലിം ലീഗും അവരുടെ പിന്നെ മൊത്തം പേഴ്സണൽ സ്റ്റാഫിനെ എടുത്തതിനകത്ത് സാധാരണഗതിയിൽ മന്ത്രി ആരോ മന്ത്രിക്ക് ഇഷ്ടമുള്ളവരെ എടുക്കായിരുന്നു.
ഇപ്പം മന്ത്രിമാരെടുക്കുന്നതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ അനുമതി കൂടി വേണം. പാർട്ടിക്കുള്ള താല്പര്യമുള്ളവരെ എടുക്കണം എന്നുള്ളത് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പുള്ളിക്ക് RSP വളർത്തിയെടുക്കണം എന്നുള്ളത് തന്നെ താല്പര്യം. അപ്പം പുള്ളിയുടെ കേഡർമാരെ പുള്ളി പരിഗണിച്ചിട്ടുണ്ടാവും. CP ജോണിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ CMP മാത്രം എടുക്കണം എന്ന് പറഞ്ഞാൽ അത്രയും CMP-ക്കാരെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നൊക്കെ എടുത്തുകയാണ്. കാരണം കേരളത്തിലാകെ 20 CMP-ക്കാരൊക്കെ ഉണ്ടാവുമെന്ന് സംശയം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നൊക്കെ ഞാൻ സംശയം മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഈ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക്. അതെന്ന് വെച്ചാൽ ഈ CP ജോൺ പണ്ട് MLA ഇല്ലാത്ത പാർട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് ഈ MLA-മാരുള്ള പാർട്ടിക്ക് മാത്രമാണ് ഈ വില്ലേജ് കമ്മിറ്റികൾ, താലൂക്ക് സഭകൾ, ഇങ്ങനെയുള്ള സഭകളുടെ സമിതികളിലേക്ക്, പിന്നെ ഹോസ്പിറ്റൽ വികസന HDC ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകളെ വെക്കാൻ വേണ്ടി സാധിക്കുക. ഇദ്ദേഹം ഒരു UDF യോഗത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് MLA-മാരില്ല, ഇവർക്ക് മാത്രമല്ല ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് MLA-മാരില്ല, RSPക്ക് MLA-മാരില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റ് MLA-മാരുള്ള പാർട്ടികൾ ഞങ്ങൾക്ക് കൂടി ഞങ്ങളുടെ ആളുകളെയും കൂടി ചില ഇടങ്ങളിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സമാന മനസ്സ് CP ജോണുണ്ട്. ആ സമാന മനസ്സ് ഇപ്പോൾ MLA ഇല്ലാത്ത മറ്റു പല പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് UDF-ലുള്ള ഘടകകക്ഷികൾക്ക് വേണ്ടിയിട്ട് CP ജോണൊക്കെ ചെയ്യുമോ എന്നുകൊണ്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. MLA ഇല്ലാത്ത പാർട്ടി എന്ന് പറയാനാകെ പിന്നെ മറ്റേ സ്വതന്ത്രനായിട്ട് അൻവറയുള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. ബാക്കി ജോസഫ് ഗ്രൂപ്പിന് വരെ 7 സീറ്റാണ് കിട്ടിയേക്കുന്നത്. ഇമാതിരി ലോട്ടറി അടിച്ച് പോയേക്കുന്ന സമയമാണ്. ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ SITക്ക് അകത്ത് ഇടപെട്ടുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ CM-ന് ഇതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ട്. ഒന്ന്, പിന്നെ സാധാരണഗതിയിൽ ഏത് മിനിസ്റ്ററേയും ഏത് ഫയലും കോൾ ഫോർ ചെയ്യാനുള്ള അധികാരം CM-നുണ്ട്. അവരെ വിളിച്ചു വരുത്താനുള്ള, മിനിസ്റ്ററെ തന്നെ നേരിട്ട് ക്യാബിനറ്റിൽ വിളിച്ചു വരുത്താനുള്ള അധികാരവും, ഏത് മിനിസ്റ്ററെ PS-നെയും വിളിച്ചു വരുത്താനുള്ള അധികാരവും, പിന്നെ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനുള്ള അധികാരവും CM-നുണ്ട്. അപ്പോൾ വിജിലൻസും ആഭ്യന്തരവും BS-ൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ടോമിൻ ജെ തച്ചങ്കരിയുടെ ആൻറ്റി സ്പൈറസി കേസ് വന്ന സമയത്ത് കോടിയേരിയെ സസ്പെൻഡ് ചെയ്യാനൊന്നും ഇങ്ങനെ വലിച്ചു നീട്ടി പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ് വലിച്ചു നീട്ടി പോയ സമയത്ത് നേരെ രമൺ ശ്രീവാസ്തവയെ വീട്ടിലോട്ടാണ് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തച്ചങ്കരിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പറഞ്ഞത്. CM-ന് അങ്ങനെ ഒരു പവറുണ്ട്. പക്ഷേ VS-ഉം കോടിയേരിയും പോലല്ല പിന്നെ സതീഷിനും രമേശ് ചെന്നിത്തല. ആരാ സീനിയർ? രമേശ് ചെന്നിത്തല സീനിയറാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് CM സ്ഥാനം ഇദ്ദേഹത്തിന് പിന്നെ സതീഷിന് വരികയാണ്. ഞാൻ ഒരു 3 പേര് കാൻഡിഡേറ്റ്സ് വന്നപ്പോൾ, കാരണം അതിനകത്ത് സതീശൻ തെരഞ്ഞെടുപ്പിനെ നയിച്ചതിനകത്ത് വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. ഹി ഡിസേർവ്ഡ് ഇറ്റ്. രമേശ് ചെന്നിത്തല ഇനി യോഗ്യനാണ്, KC വേണുഗോപാൽ ഇനി യോഗ്യനാണ്, ഈ 3 പേര്, K മുരളീധരനും യോഗ്യനാണ്. കാരണം അത് UDF പറയുന്നത് ശരിയാണ്. LDF പിന്നെ ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നെന്തോ ചോദിച്ച സമയത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് 1 ഡസൻ മുഖ്യമന്ത്രിമാരുണ്ട് എന്ന്. UDF കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവാൻ യോഗ്യനല്ലേ? 1 ഡസൻ മുഖ്യമന്ത്രിമാരുണ്ട് UDF-നകത്ത്. BS സുധീരനെ മുഖ്യമന്ത്രിയാക്കത്തില്ലേ? അപ്പോൾ കോൺഗ്രസിനകത്ത് 1 ഡസൻ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന പിന്നെ പ്രായം കൊണ്ട് മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ആളാണ് പിന്നെ രമേശ് ചെന്നിത്തല. അതേപോലെ തന്നെ ഏകദേശം 13 വർഷം മുമ്പ് ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്ത ആളാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. ദീർഘകാലം MP ആയിരുന്ന ആളാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ ഇരിക്കുമ്പം ഇദ്ദേഹം CM-ൻ്റെ സ്ഥാനത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും രമേശ് ചെന്നിത്തലയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ആൾക്കാരോടോ അല്ലെങ്കിൽ പിന്നെ ഉദ്യോഗസ്ഥരോടോ വിളിച്ചു വരുത്തി ഒരു അപ്ഡേറ്റ് ചോദിക്കാൻ ചെറിയ പ്രയാസമുണ്ടാവും. തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ യുഗോ തുടങ്ങുകയും ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്കും പ്രശ്നമാവും. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടത് അവർ ടീം വർക്ക് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത് SITയെ ഈ SITക്കകത്ത് അഴിച്ചുപണി ഉണ്ടാകാതിരിക്കുക. ഈ SITക്കകത്തുള്ള ഉദ്യോഗസ്ഥരെ ലോക്കൽ സ്റ്റേഷനിലേക്കോ CI-മാരെ ബാക്കിയുള്ള ലോക്കൽ സ്റ്റേഷനിലേക്കൊന്നും മാറ്റിയിട്ട് ഷഫ്ലിംഗ് നടത്തി അതിനകത്ത് വേറെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്തിട്ട് പകരം പിന്നെ ഇവരെ ഇതിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് വിടുകയൊക്കെ ചെയ്യാതെ ഈ SIT പിണറായി സർക്കാർ ഉണ്ടാക്കിയ SIT ആണെങ്കിൽ തന്നെയും ആ SITയിൽ അതിജീവിതമാർക്കും പൊതുസമൂഹത്തിനും വിശ്വാസമുള്ള സ്ഥിതിക്ക്, മാധ്യമങ്ങൾക്കൊക്കെ വിശ്വാസമുള്ള സ്ഥിതിക്ക് അതിനകത്ത് ഒരു രീതിയിലുള്ള ബാക്കിയുള്ളിടത്തൊക്കെ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയെ മാറ്റിയോ ബാക്കിയുള്ളത് മാറ്റിയോ ഒക്കെ. എനിക്ക് തോന്നുന്നു രാജഭായി, ഈ അതിജീവിതമാരുടെ പ്രശ്നത്തിൽ ഈ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ VD സതീശനും എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുന്ന സമയത്ത് തന്നെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആദ്യ രംഗത്ത് വന്ന നേതാക്കന്മാരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. അത് രമേശ് ചെന്നിത്തല മാത്രമല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമായ നിലപാട് വളരെ സ്ട്രോങ് ആയിട്ട് ഏറ്റവും കല്ലേറ് കിട്ടിയ ആൾ VD സതീശനാണ്. VD സതീശന് എല്ലാവരും, അതായത് സണ്ണി ജോസഫ് ഒക്കെ ഞഞ്ഞാവിഞ്ഞ പറഞ്ഞിങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ VD സതീശൻ പറഞ്ഞ കളക്റ്റീവ് ഒപ്പീനിയൻ ആയിരുന്നു എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത്. K മുരളീധരൻ പറഞ്ഞ മതിലിയാടാൻ പോലെയല്ല പണിയെന്ന് പറഞ്ഞു. കാരണം സ്റ്റാൻഡ് എടുത്തവരെല്ലാം മന്ത്രിസഭയിൽ എത്തുകയും ചെയ്തു. അതാണ് കാരണം. അപ്പം അങ്ങനെ ക്യാബിനറ്റ് നിൽക്കുമ്പം ഇതിനകത്ത് മറ്റവർക്ക് അട്ടിമറിക്കാനൊന്നും കഴിയത്തില്ലെങ്കിൽ തന്നെയും
അവർക്ക് ആക്സസ് ഉള്ള ആരെങ്കിലുമൊക്കെ ഇവരുടെ ആരുടെയെങ്കിലും സ്റ്റാഫിൽ കയറിയ വി.ഡി. സതീശൻ്റെയോ പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ പേഴ്സണൽ സ്റ്റാഫിനകത്ത് തന്നെ ആരെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാൽ ഇവന്മാരുടെ ശ്രദ്ധ എന്തായിരിക്കും? പിന്നെ ഈ SIT-ൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, എന്തെങ്കിലും വിവരം കിട്ടും, ഇവനെങ്ങനെ ഊരാൻ പറ്റുമോ, വകുപ്പുകൾ എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. അതിനകത്താണ് ജാഗ്രത വേണ്ടതെന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പം പിന്നെ രമേശ് ചെന്നിത്തലയുടെ സ്റ്റാഫിൽ നിന്ന് അടിയന്തരമായിട്ട് ഒഴിവാക്കേണ്ടത് എന്തോ ബിബിനോ എന്താണ് പിന്നെ ഒരുത്തനുണ്ട് KC ബിബിൻ പിന്നെ സംഘിയാണ്. അവൻ സംഘീയമാണ്. അവൻ കോൺഗ്രസിനകത്ത് ഇന്നർ പൊളിറ്റിക്സിനകത്തും മറ്റു പലർക്കും വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് പിന്നെ അതായത് അവൻ രമേശ് ചെന്നിത്തല വിരുദ്ധനാണ്. പിന്നെ രമേശ് ചെന്നിത്തല തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവൻ ആന്റി രമേശ് ചെന്നിത്തലയാണ്. അവനെ അതിനകത്ത് കൊണ്ടുവന്നിട്ട് സ്റ്റാഫിലിട്ടെങ്കിൽ ഒന്നുകിൽ അതിന്റെ പിന്നിൽ സംഘികൾ, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ രമേശ് ചെന്നിത്തലയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും. അതിന് വേറൊരു പൊളിറ്റിക്സ് കൂടെ നമുക്ക് ആലോചിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്കെതിരെ കളിച്ചവനെ തന്റെ സ്റ്റാഫിൽ ഇട്ടിട്ട് അടുക്കളപ്പണി ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അതുണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അത് ഇട്ടിരിക്കുന്നത് അഡീഷണൽ PS ആയിട്ടാണ്, വേറെ സ്റ്റാഫിൽ ഇടുകയല്ല. അഡീഷണൽ PS എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ റോളല്ല ഉള്ളത്. ഞാൻ ആദ്യം കേട്ടത് ആഭ്യന്തരയുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് വരും എന്നുള്ളതാണ്. പക്ഷെ അത് ഇതിലേക്കും വന്നിട്ടില്ല. പ്രസ് സെക്രട്ടറി എന്ന് പറയുന്നേക്കാൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനകത്ത് PS കഴിഞ്ഞാൽ അഡീഷണൽ PS ആണ് വരുന്നത്. അഡീഷണൽ PSമാരാണ് ഈ പണിയെടുക്കുക. പക്ഷെ ആ ഒരു ഫൈനൽ ഇത് പിന്നെ ക്യാബിനറ്റ് മന്ത്രിയുടെ അടുത്ത് ഈ സാധനങ്ങൾ ബ്രീഫ് ചെയ്യുന്നത് PS ആണെന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് കാത്തിരുന്ന് കാണാം. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ദുർദ്ദേശങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ലാസ്റ്റ് ടൈമാണത്. 17 വയസ്സായി, ലാസ്റ്റ് ടൈമാണ്. കേരളത്തിൻ്റെ പിന്നെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരു മികച്ച ആഭ്യന്തര മന്ത്രിയായിട്ട് തൻ്റെ പേരെഴുതി വെക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവതാരങ്ങളൊക്കെ കയറി വന്നിട്ട് അവർ കാരണം ദുഷ്പേരുണ്ടായാൽ, ഉമ്മൻചാണ്ടിക്ക് ദുഷ്പേരുണ്ടാക്കിയത് ജിക്കുമോനും ജോപ്പനും മറ്റോനും മറിച്ചോനും ഒക്കെ അല്ലേ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഏതെങ്കിലും വൃത്തികെട്ടവൻ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും വേണ്ടാത്ത കളികൾ കളിക്കുകയും ഇവരെ കാണിച്ച് കച്ചവടം നടത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും തോന്നിയാസോ ഇടപെടലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെന്നിത്തല ഉണ്ടാക്കി വെക്കുന്ന ഇമേജ് നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പം ചെന്നിത്തലയാണെങ്കിലും വി.ഡി. സതീശനാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എന്നും അവരുടെ വെൽവിഷേഴ്സാണ് എല്ലാവരും എന്നും തിരിച്ചു കാണിക്കുന്നവരെ മുഴുവൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറാനുള്ള രാഷ്ട്രീയ അനുഭവം അവർക്കുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവരുടെ സ്റ്റാഫിനകത്ത് സ്ക്രീനിങ് കൃത്യമായിട്ട് നടക്കുകയും അവരുടെ സ്റ്റാഫിനകത്ത് ഒരു കറ പുരണ്ട ഒരുത്തനും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുകയും അത് അവരുടെ പ്രത്യയശാസ്ത്രത്തോടും അവരോട് വ്യക്തിപരമായും അവരിരിക്കുന്ന പദവി അവരുടെ പിന്നെ വളർച്ചയോടും താല്പര്യമുള്ള ആളായിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുന്ന ആളുകളായിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ജീവിതമാർക്ക് ആശങ്കയൊന്നും വേണ്ട എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല ഈ മറ്റവരുടെ ഒന്നും തിരിച്ചുവരവ് ഇപ്പോൾ പിന്നെ ഷാഫിക്കൊന്നും വലിയ ആക്സസോ കാര്യങ്ങളൊന്നും എവിടെയും കിട്ടുന്നില്ല. ഈ മന്ത്രിമാരുടെയൊക്കെ സ്വീകരണത്തിന് അവൻ കരുതിയ ദിവസം എല്ലായിടത്തും രാഹുലും കരുതി ഇവരെ പ്രസംഗിക്കാൻ വിളിക്കുമെന്നും കണ്ടായിരുന്നു. അവർ എല്ലാവർക്കും എങ്ങനെ ഡേറ്റ് കൊടുക്കുന്നതെന്നും കണ്ട് ഇവർ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് ജീവിക്കുന്നതെന്നേ. ഇപ്പോൾ ഊണും ഉറക്കവും പിന്നെ പരിപാടിയൊക്കെ ഫേസ്ബുക്കിലാണ്. അപ്പോൾ പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു. നമ്മളൊക്കെ ഇപ്പോൾ ആ പരിപാടി നിർത്തി എപ്പോഴും പോസ്റ്റ് ഇട്ട് പൂരായി. ഇപ്പം എന്ന് വെച്ചാൽ രാവിലെ ഫേസ്ബുക്കിലിരുന്നാണ് പല്ല് തേക്കുന്നത്, ഫേസ്ബുക്കിലിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, ഫേസ്ബുക്കിലിരുന്ന് തന്നെയാണ് പിന്നെ കാര്യം സാധിക്കുന്നത്, ഫേസ്ബുക്കിലാണ് കിടന്നു ഉറങ്ങുന്നത്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ മോളൂസേ എന്ന് പറഞ്ഞിട്ട് ആരെയും വിളിച്ചിട്ട് കൽക്കട്ടയ്ക്ക് പോകാനും ഡൽഹിക്ക് പോകാനും 7 സ്റ്റാർ റൂം എടുക്കാനും ഇതിനൊന്നും ഇപ്പോൾ പോകാനും ഇപ്പോൾ ആളെ കിട്ടാനില്ല. അപ്പോൾ ഫേസ്ബുക്കിനകത്തിരുന്ന ആത്മരതി അണയുക എന്നുള്ളതാണ് ഇപ്പോൾ ആകെ കൂടെ ചെയ്യാനുള്ളത്. പിന്നെ ചെയ്യാനുള്ളത് ഫേസ്ബുക്ക് വഴി അല്ലാത്ത പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ പോൺ സൈറ്റുകൾ നോക്കുക, പിന്നെ മുത്തുച്ചിപ്പി വായിക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളൊക്കെ പിന്നെ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറയാനുള്ളത്, ഇവർ പുതിയ ഡയറിയൊക്കെ മേടിച്ചായിരുന്നു രണ്ടുപേരും, ഷാഫിയും രാഹുലും. അതായത് കാരണം ഇനിയിപ്പോൾ എല്ലാ MLA-മാരുടെ സ്വീകരണത്തിനും മന്ത്രിമാരുടെ സ്വീകരണങ്ങൾക്ക് ഇതിനെല്ലാത്തിനും വിളിക്കുമല്ലോ പ്രസംഗിക്കാൻ. അപ്പോൾ ഇതിനൊക്കെ മുഖ്യ പ്രഭാഷകരായിട്ട് വിളിക്കുമല്ലോ. കാരണം കേരളത്തിൽ ആകെ ഇവരല്ലേ പ്രഭാഷകരായിട്ടുള്ളൂ. അപ്പോൾ എവിടെയൊക്കെ പോകും, എങ്ങനെയൊക്കെ പോകും, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് കരുതി ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പുസ്തകം അതേപോലെ തന്നെ ഇരിക്കുക. പുസ്തകത്തിനകത്ത് ഒരക്ഷരം പോലും എഴുതി വെക്കേണ്ടി വന്നില്ല അവരുടെ പേരല്ലാതെ. കാരണം ഒരാളും വിളിച്ചിട്ടില്ല, ഒരു പരിപാടിക്കും വിളിച്ചിട്ടില്ല, ഒരു ചടങ്ങിനും വിളിച്ചിട്ടില്ല, ആരുടെ സ്വീകരണത്തിനും വിളിച്ചിട്ടില്ല. അവർ തന്നെ കരുതിയെ പ്രതീക്ഷിച്ച് കൊണ്ടുവന്ന ജനീഷ് പോലും വിളിച്ചിട്ടില്ല. കാരണം ജനീഷിന് മനസ്സിലായിട്ടുണ്ട് ഇവർ കൊണ്ടുവന്ന സ്നേഹം കൊണ്ടൊന്നും അല്ല. അവരെ കൂടെ നിന്നാൽ ജനീഷ് ഇപ്പോൾ ചെറുപ്പക്കാരനാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ ജനീഷ് വരുന്നുമുണ്ട് കേട്ടോ. ജനീഷ് ഇവരെ കൂടെ കൂടിയിട്ട് നാശമാകാതിരുന്നാൽ ജനീഷ് നന്നായിട്ട് തന്നെ പോകും. പിന്നെ കരുതി
ശ്രീകണ്ഠനും തുളസിയും വിളിക്കൊന്നും കണ്ടിരുന്നു. അപ്പോൾ അവർക്കും മനസ്സിലായിട്ടുണ്ട്, ഇവരുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ട്. പിഷാരടിക്ക് വരെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അപ്പോൾ എന്തായിരുന്നാലും അതിജീവിതക്കാരുടെ കാര്യത്തിൽ ആസ് ഓഫ് നൗ ഇതുവരെ ഈ നിമിഷം വരെ ആശങ്കകളൊന്നുമില്ല, കാര്യങ്ങൾ കൃത്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കവുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതിൽ മുൻകൊള്ളി IPS ഒരുപക്ഷെ ഈ ഗവൺമെൻറ് മാറ്റവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ള ചില ഡിലേ, ചില ആശങ്കകളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവരെ സ്ഥിരതയോട് കൂടിയിട്ട് നിൽക്കാൻ അവർക്കതിന് വേണ്ട ഒരു സപ്പോർട്ട് CM-ഉം ഹോം മിനിസ്റ്ററും കൊടുക്കുകയും അവരെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കുകയും നിങ്ങളത് പൂർത്തീകരിക്കുക, നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ് സർക്കാർ മാറിയത് നോക്കണ്ട, നിങ്ങൾ വളരെ നീതിബോധത്തോടെ സത്യസന്ധമായി ആരെയും കൊടുക്കാനോ ആരെയും രക്ഷപ്പെടുത്താനോ ഒന്നിനും നിൽക്കാതെ സത്യസന്ധമായിട്ട് നിങ്ങളതുമായിട്ട് മുന്നോട്ട് പോകാൻ CM-ഉം അതേപോലെ തന്നെ ഹോം മിനിസ്റ്ററും അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും എത്രയും പെട്ടെന്ന് അവരവരുടെ അസൈൻമെൻറ്റ് പൂർത്തീകരിച്ച് കോടതിയിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാനുണ്ട്.